ടൂറിസം മേഖലയുടെ പ്രോത്സാഹനത്തിനാണ് പുതിയ മദ്യനയത്തിൽ ഊന്നലെന്ന് എക്സൈസ് മന്ത്രി എം പി രാജേഷ്. ഇംഗ്ലീഷ് മാസം 1-ാം തീയതി ഡ്രൈ ഡേ പ്രഖ്യാപിക്കുമ്പോഴുണ്ടായ സാഹചര്യത്തിന് ഇപ്പോൾ പ്രസക്തി കുറഞ്ഞെന്ന് മന്ത്രി പറഞ്ഞു. ഞാനത് പറയാൻ തുടങ്ങിയതാ. സത്യം പറയ് ശിവേട്ട. മാരക ലഹരിമരുന്ന് മാത്രമാണ് വില്ലൻ എന്ന സമീപനത്തിലൂടെ മദ്യഷാപ്പുകളെ മാന്യവത്കരിക്കുന്ന നയമാണ് സർക്കാരിന്റേതെന്ന് KCBC വിമർശിച്ചു. അതിനിടെ മദ്യനയം അംഗീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി. സർക്കാരിന്റെ പുതിയ മദ്യനയത്തെപ്പറ്റി വിശദീകരിക്കാനായിരുന്നു എക്സൈസ് മന്ത്രി എം പി രാജേഷ് മാധ്യമങ്ങളെ കണ്ടത്. ഏതോ തന്തിയില്ലാത്തവനാണെന്നറിയാം. മോന്ത കണ്ടില്ലോ, ഒരൊറ്റ പൊട്ടിക്കലെന്നുണ്ടല്ലോ. ഡ്രൈഡേയുടെ ഫലമായിട്ട് ടൂറിസം മേഖലയിൽ വലിയ നഷ്ടമുണ്ടാവുന്നു. കാര്യം പറഞ്ഞപ്പോ തന്നെ എണീറ്റിങ് ഓടിപ്പോന്നു അല്ലേ? ഞാൻ പറയാൻ പോകുന്ന അതിഭയങ്കരമായി സത്യം കേട്ടിട്ട് നിങ്ങൾ ഞെട്ടരുത് എന്നത് ഒരുപാട് ഇന്റർനാഷണൽ കോൺഫറൻസുകളും ഇവന്റ്സും കേരളത്തിൽ നിന്നും മാറി ശ്രീലങ്കയിലേക്ക് മറ്റും പോകുന്നതിന് കാരണമായത് ഇവിടെ 1-ാം തീയതി ഡ്രൈ ഡേ ആണെന്നുള്ളതാണ്. വിനോദസഞ്ചാര മേഖലകളിലെ നക്ഷത്ര ഹോട്ടലുകളിൽ കള്ളുപാറുകൾ തുടങ്ങും. അതാത് റേഞ്ചിലെ കള്ള് ഷാപ്പിൽ നിന്ന് കള്ള് വാങ്ങി വിൽക്കാം. I appreciate you. The സത്യസന്ധത, സ്മാർട്ട്നെസ്, ബോൾഡ്നെസ്. Thank you sir. I am impressed. ഡ്രൈ ഡേയിൽ ടൂറിസം മേഖലയ്ക്ക് ഇളവ് നൽകിയതിനെ മന്ത്രി ന്യായീകരിച്ചു. പണ്ട് ശമ്പളം കയ്യിൽ വരും, അപ്പൊ തന്നെ ഇത് ചെലവഴിച്ച് തീർക്കുന്ന കാലത്താണല്ലോ ഇത് കൊണ്ടുവരുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഞാൻ അറിഞ്ഞില്ല. ഡ്രൈ ഡേ കൊണ്ടുവന്ന അതേ സാഹചര്യം ഇന്ന് അത്രത്തോളം പ്രസക്തമല്ല എന്ന് തന്നെ പറഞ്ഞത്. ഡ്രൈ ഡേ പൂർണ്ണമായും പിൻവലിക്കുന്നതിനുള്ള ടെസ്റ്റ് ഡോസാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് KCBC വിമർശിച്ചു. ഒരു വശത്ത് ലഹരിക്കെതിരാണെന്ന് പ്രചരിപ്പിക്കുകയും മറുവശത്ത് മദ്യലഹരിയെ ഉദാരവൽക്കരിക്കുകയും ചെയ്യുന്ന സർക്കാർ നയം ഇരട്ടത്താപ്പാണെന്നും KCBC വിമർശിക്കുന്നു. കൂടുതൽ ഇളവ് ഒരു ഭാഗത്ത് നൽകുക, മറുഭാഗത്ത് ലഹരിക്കെതിരെ പ്രതിജ്ഞ എടുക്കുക. സഭയുടെ വിമർശനത്തോട് മന്ത്രി ഇങ്ങനെ പ്രതികരിച്ചു. അവര് പിന്നെ പ്രഖ്യാപിത നിലപാടാണല്ലോ, അവരുടെ ആ നിലപാടിനെ അങ്ങനെ പറയാനുള്ള അവകാശത്തെ മാനിക്കുന്നു. എല്ലാവർക്കും രസാണ് ഇവിടെ. സർക്കാർ വിചാരിച്ചാൽ ഈ ലഹരിയൊക്കെ കുറെ നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നു. എക്സൈസിനെയും പോലീസിനെയും ഒക്കെ നോക്കൂത്തിയായിക്കൊണ്ട് ലഹരി മാഫിയെ കയറൂരി വിട്ടു. അതിന്റെ ഒരു ഭാഗം തന്നെയാണ് മദ്യത്തിന് ഇന്ന് കൊടുക്കുന്ന പ്രാധാന്യം. മുതലാളി ഒരു തീർപ്പ് കൽപ്പിക്കും, അതൊക്കെ നിങ്ങൾ അനുസരിച്ചാൽ മതി. കൽപ്പിക്കും മുതലാളി. ഇപ്പൊ മദ്യത്തിന് ഇനി ഏപ്രിൽ 1-ാം തീയതി പോലും അവധിയില്ല. കുടിക്കേണ്ടവർക്ക് ഇഷ്ടം പോലെ കുടിക്കാന്നാണ് സർക്കാർ നയം. ഈ നിമിഷം മുതൽ സാറ് ചരിത്ര പുരുഷനാകാൻ പോവല്ലേ? എന്നിട്ട് മദ്യം കുടിക്കില്ല എന്ന് മന്ത്രിമാര് പ്രതിജ്ഞ ചൊല്ലി കൊടുക്കുക, ആളുകളെ കൊണ്ട് കുടിപ്പിക്കുക. ആൺകുട്ടികളായാലും അങ്ങനെ വേണം. അതാണ് സർക്കാരിന്റെ നയം എന്ന് പറയുന്നത്. അതാണ് ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞത്. ഇന്ന് ലഹരി കേരളത്തിൽ ഏറ്റവും വ്യാപകമായതിന്റെ കാരണം സർക്കാരിന്റെ പിടിപ്പുകേട് തന്നെയാണ്. എടാ, നീ ആരോടാ കളിക്കുന്നത് നിനക്കറിയോ? ഒരു രാജവെമ്പാലയാ നീ നോച്ചുവിട്ടിരിക്കുന്നത്. ഈ കൊടക്കമ്പിയ കഴിഞ്ഞ 9 വർഷക്കാലം ഇവരെ കയറൂരി വിട്ടതിന്റെ ദുരന്താണ്. പിന്നെ എന്തിനാണാവോ ഇങ്ങോട്ട് എഴുന്നള്ളിയതിന്റെ ഉദ്ദേശം? ഇപ്പൊ നിങ്ങൾ ചാനലുകാരൊക്കെ മയക്കുമരുന്നിനെതിരായിട്ട് യാത്രകളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇത് സാധാരണക്കാരന് പോയിട്ട് കഞ്ചാവ് പിടിക്കാൻ പറ്റുമോ? ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിലെ ഹോസ്റ്റലിൽ ഒരാളുടെ മുറിയിൽ നിന്ന് മാത്രം 20 ഗ്രാം കഞ്ചാവ് പിടിച്ചു. അങ്ങനെ പറയരുത്, എല്ലാവരും കാണരുത്, എല്ലാവരും അത്രക്കാരല്ല. ഉടനെ ഫോൺ വന്നു. 300 മുറികളിൽ 11 മുറികൾ പരിശോധിച്ചപ്പോൾ തന്നെ 20 ഗ്രാം കഞ്ചാവ് കിട്ടി. അപ്പോൾ കൂടുതൽ പരിശോധിച്ചെങ്കിലും അപ്പോഴേക്കും അവർ തിരിച്ചു വിളിച്ചു. ഇതൊക്കെ സർക്കാർ തന്നെയാണ് രണ്ട് ഭാഗത്തും നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ പോലീസുകാർ ഇങ്ങനെയാ, എവിടെ വരണോ അവിടെ എല്ലാം കഴിയുമ്പോ എത്തും, എവിടെ വരണ്ടോ അവിടെ എല്ലാത്തിനും മുമ്പ് എത്തും. കണ്ടു പറയുമല്ലോ, മുയലിനോടൊപ്പം ഓടുകയും വേട്ടപ്പട്ടിയോടൊപ്പം വേട്ടയാടുകയും ചെയ്യുക. മദ്യമാഫിയ തുറന്നു വിടുക, അതുപോലെ മയക്കുമരുന്ന് മാഫിയ തുറന്നു വിടുക. അതെ, പല കാര്യങ്ങളും ഉണ്ട് എനിക്കിവിടെ. അളിയനായാലൊന്നും തലയിടണ്ട. മറുഭാഗത്ത് പ്രതിജ്ഞയില്ല. ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയും. ഇല്ല, ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടക്കില്ല.